അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ നോർത്ത് ഇന്ത്യ വ്ളോഗ്. ഞങ്ങൾ പറഞ്ഞിരുന്നു അടുത്ത 2 ദിവസമാണ് വൈബ് എന്ന്. അപ്പോൾ അതിലൊരു ദിവസമാണ് ഈ ഒരു ദിവസം. സോ രാവിലെ ഞങ്ങൾ ബിർള മന്ദിറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെയാണെങ്കിൽ കാലെടുത്ത് വെക്കാൻ പറ്റില്ല, അത്ര തണുപ്പായിരുന്നു. അപ്പം ഞാൻ മുട്ടിലഴഞ്ഞിട്ടാണ് പോയത്, ലിറ്ററലി മുട്ടിലഴഞ്ഞിട്ടാണ് പോയത്. ഇതേ സൈഡിൽ കാണുന്ന ആ മുട്ടിലഴയുന്ന കുഞ്ഞിപ്പുഴു ഞാനാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ ഹവാമഹലും ജൽമഹലുമാണ് വിസിറ്റ് ചെയ്തത്. ഹവാമഹലിനെ ഇപ്പോഴത്തെ ഭാഷയിൽ വർണ്ണിക്കുകയാണെങ്കിൽ പിൻട്രസ്റ്റ്, എസ്തെറ്റിക്, വിൻറ്റേജ്, ഓ മൈ ഗോഡ്, മൈൻഡ് ബ്ലോയിങ്, വാവ്, എന്ത് വേണമെങ്കിൽ പറയാം, അത്ര അടിപൊളിയായിരുന്നു. സോ നോർത്ത് ഇന്ത്യ എന്ന് പറയുന്നത് ഫുള്ള് ഫോർട്ടുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് വിസിറ്റ് ചെയ്തത് ആംബർ ഫോർട്ടായിരുന്നു. സോ ആംബർ ഫോർട്ടിനെ പറ്റി പറയാനാണെങ്കിൽ അതിന് വേണ്ടി തന്നെ ഒരു വ്ളോഗ് ഇറക്കേണ്ടി വരും. ബട്ട് സംതിങ് ദാറ്റ് മേഡ് മൈ ജോ ഡ്രോപ്പ് വാസ് ദ ശീഷ് മഹൽ മിറർ പാലസ്, എ ഫൈൻ മാസ്റ്റർ പീസ് വിത്ത് ഇൻട്രിക്കേറ്റ് ഗ്ലിറ്ററിംഗ് മിറേഴ്സ്. സോ അന്നത്തെ കാലത്ത് AI ടെക്നോളജി ഒന്നുമില്ലാണ്ട് ഇത്രയും ക്ലെവറായിട്ട് എക്യുപ്മെൻറ്റ്സ് ബിൽഡ് ചെയ്തതിന് അവരുടെ ബുദ്ധിക്ക് ഒരു പത്മശ്രീ കൊടുക്കണം. സോ നമ്മൾ മെയിൻ കാര്യം പറഞ്ഞില്ല, അത് എവിടെയാണെന്നല്ലേ, ജന്തർ മന്ദർ. ആൻഡ് വൺ മോർ തിങ്, സൂര്യൻ അല്ലെങ്കിൽ ജന്തർ മന്ദർ ഇല്ല. ജന്തർ മന്ദർ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള സിറ്റി പാലസിലേക്കാണ് പോയത്. അപ്പോൾ അവർ ബ്ലോക്ക് പ്രിൻറ്റിങ്ങിനെ പറ്റി എല്ലാം പറഞ്ഞു തന്നു, എക്സെപ്റ്റ് എന്ത് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നതെന്ന്. ബട്ട് ഐ വോണ്ട് ലെറ്റ് ഇറ്റ് ബി എ മിസ്റ്ററി. ഞാനത് എന്താണെന്ന് കണ്ടുപിടിച്ചിരിക്കും. ഞാൻ ഏറ്റവും പോകണ്ടെന്ന് വിചാരിച്ച പ്ലേസ് ടേൺഡ് ഔട്ട് ബി ദ ബെസ്റ്റ് പ്ലേസ് ഐ വിസിറ്റഡ് ഇൻ ജയ്പൂർ. ചോക്കിദാനിൻ്റെ ഉള്ളിലേ പോയതിന് ശേഷം ഞങ്ങൾ അവിടെ സമയം പോയത് അറിഞ്ഞിട്ടേ ഇല്ല. അത്ര ഇൻട്രസ്റ്റിംഗ് ആൻഡ് മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിരുന്നു അവിടെ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രഡീഷണൽ രാജസ്ഥാനി വില്ലേജ് സെറ്റപ്പാണ് അവിടെ വരുന്നത്. അവിടെ കുറേ യുണീക്ക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു, ലൈക്ക് മാജിക് ഷോ, പോട്ടറി, ഹ്യൂമൻ മേസ്, ക്യാമൽ റൈഡ്, ഗെയിംസ്, ഹ്യൂമൻ ലൂഡോ, അങ്ങനെ പലതരം ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു നൈറ്റ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാമെന്നായിരുന്നു പ്ലാൻ. പക്ഷെ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഞങ്ങൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. ക്യാമലിന് കുറച്ച് ഇളക്കം കൂടുതലായതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ മൊത്തത്തിലൊരു കുലുക്കി എക്സ്പീരിയൻസ് ആയിരുന്നു. അന്ന് രാത്രി ഞങ്ങൾ ചോക്കിദാനിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. അവിടെ ഹോസ്പിറ്റാലിറ്റി മെൻഷൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ തോരൻ വന്നു, ഓലൻ വന്നു, കാളം വന്നു. അവിടെ ഞങ്ങൾ കഴിച്ച ഫുഡിൻ്റെ പേരെന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ മെനു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പോസ് ചെയ്ത് വായിക്കാം. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയ പോട്ടറിയും കൂടെ ചെയ്ത് ഞങ്ങൾ നേരെ റൂമിലേക്ക് വിട്ടു. ബൈ ബൈ.